സ്നേഹമുള്ളവരെ നമസ്കാരം. ലോകം മുഴുവൻ കാൽപന്തിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലമാണ്. ഈ കുഞ്ഞൻ പന്ത് കോടാനുകോടി മനുഷ്യരുടെ വികാരങ്ങൾ നിയന്ത്രിക്കും. ചിലരെ ഇത് കരയിക്കും, ചിലരെ ഇത് ചിരിപ്പിക്കും, ചിലരെ ഇത് ഒരുപാട് ചിന്തിപ്പിക്കും. എന്നൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞൻ പന്ത്, ഈ ഇത്തിരി പോകുന്ന പന്ത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കും. സമ്മതിച്ചു, ഈ പന്ത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കും. ഇനി ഈ പന്തിനെ ആര് നിയന്ത്രിക്കും? ഈ പന്തിനെ കളിക്കോട്ടിനുള്ളിലെ കളിക്കാരെ നിയന്ത്രിക്കും. ഇനി ഈ കളിക്കാരെ ആര് നിയന്ത്രിക്കും? കളിക്കോട്ടിന് വെളിയിൽ നിൽക്കുന്ന 3-3.5 കൊല്ലമായിട്ട് ഇവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ പരിശീലകൻ, ഇവരുടെ കോച്ച് ഇവരെ നിയന്ത്രിക്കും. ഈ കോച്ചിന് ഈ കളിയിൽ നിർണായകമായൊരു പങ്കുണ്ടല്ലേ. ഒരുപാട് പ്രഗത്ഭരായ കളിക്കാരിൽ നിന്ന് ബെസ്റ്റ് 11 തിരഞ്ഞെടുത്ത് അവരെ പരിശീലിപ്പിച്ച് അവർക്ക് ഓരോ പൊസിഷൻ കൊടുത്ത് അവർക്ക് ഓരോ അടവുകൾ പറഞ്ഞു കൊടുത്ത് കളിക്കളത്തിലേക്ക് ഇറക്കി വിടുന്ന ഒരു കോച്ച്. ഒരു മനോഹരമായൊരു ചിത്രം അല്ലേ. ഇതേപോലെ തന്നെ വിശ്വാസം എന്ന പന്ത്, മാനവരാശിയുടെ മനസ്സെന്ന ആ ഗോൾ പോസ്റ്റിലേക്ക് അതിവിദഗ്ധമായി അടിച്ചു കയറ്റാൻ ഒരു കോച്ച് ഒരു 12 കരുത്തുറ്റ ചുള്ളന്മാരായ കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ആ കളിക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പസ്തോലന്മാർ. ആ കോച്ചാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. നമ്മളൊരു സമയം കിട്ടുമ്പോൾ പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ പോയിട്ട് ഈശോയുടെ രൂപത്തിലേക്ക് നോക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കുന്നതിന് കണ്ടന്റ് ഇതായിരിക്കും. അവിടെ പോടാ, പോയി സുവിശേഷം പ്രഘോഷിക്കും. തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം സുവിശേഷം പ്രഘോഷിക്കാനാണ്. ഈശോയുടെ കണ്ണും കാതും കരളുവാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു ക്രിസ്ത്യാനി, 2 തരത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്. ഒന്നെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം, ഇച്ചിരി ടാസ്ക്കാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേര് ജീവിക്കാം, അത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഈ ഫുട്ബോളിൽ ഒരു ബേസിക് റൂളുണ്ട്. നിങ്ങളുടെ ഈ പന്തുണ്ടെങ്കിൽ അടി ഉറപ്പാണ്. വെറുതെ പന്തില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്തില്ല. ഗോൾ കീപ്പർ വരെ നമുക്ക് ഷെയ്ക്കാൻ തരും. പക്ഷെ പന്തുമായിട്ട് പോവുകയാണെങ്കിലോ എവിടെ നിന്ന് അടി കിട്ടിയെന്ന് ഓർത്താൽ നമ്മുടെ നെയ്മറിനൊക്കെ കണ്ടിട്ടില്ലേ, ഇടിച്ച് പഞ്ഞിക്കിടുന്ന എല്ലാവരും കൂടി. അപ്പോൾ തമ്പുരാനുമായിട്ടാണ്, ഉള്ളി തമ്പുരാന് വെച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ, ഈശോയുടെ കണ്ണും കാതും കരളുമായിട്ടാണ് നിങ്ങൾ മുന്നേറുന്നതെങ്കിൽ ജീവിതത്തിൽ സഹനങ്ങൾ ഉറപ്പാണ്. ഇതിനെ നേരിടാൻ ചങ്കൂറ്റമുണ്ടോ? നമ്മളിന്ന് ദൈവം ആഗ്രഹിക്കുന്ന സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും. നിങ്ങൾ ഡോക്ടറാണോ? സുവിശേഷം പ്രഘോഷിക്കുക. നിങ്ങൾ എഞ്ചിനീയർ ആണോ? സുവിശേഷം പ്രഘോഷിക്കുക. നിങ്ങൾ ടീച്ചറാണോ? പ്രഘോഷിക്കുന്നേ. നമ്മളെ ഈ ഫുട്ബോൾ കളിക്കാരെ കണ്ടിട്ട് നാളെ സെമി ഫൈനൽസ് ആണ്, അടുത്ത ഞായറാഴ്ച ഫൈനൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ കളിക്കാർ ഗോളൊക്കെ അടിച്ച ശേഷം അവരുടെ സെലിബ്രേഷൻ, മെസ്സിയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അത് കാണിക്കും. അവർ കാണിക്കുന്നത് ഒരു 2 വരയാണ്. മേളിൽ നിന്ന് താഴോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടുള്ള ഒരു വര. ഇതിൽ എല്ലാം അടങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുരിശിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ വസിച്ച മാനവരാശിയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. അതായത് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിലും വലിയ എന്ത് പ്രഘോഷണമാണുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് വലിയ മൈക്ക്, കാപ്പ, ഇതുപോലെ ലോഹ, ഇതൊന്നും വേണമെന്നില്ല സുവിശേഷം പ്രഘോഷിക്കാൻ. നമ്മളായിരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് തമ്പുരാന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുമെന്നേ. നിവർന്ന നട്ടലോടെ, ഉയർന്ന ശിരസ്സോടെ, അഭിമാനികളായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന നല്ല കരുത്തുറ്റ കളിക്കാരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ദൈവം നമ്മെ സമൃദ്ധമായിരിക്കട്ടെ.